ഭാഗ്യലക്ഷ്മിയുടെ അവസ്ഥ ഗുരുതരമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ സഹതാരങ്ങളൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ്. അവർ തന്നെ പറയുകയാണ് അവരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന്. ചിലരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും. കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ദിലീപിനെ തൂക്കിക്കൊല്ലാനും ദിലീപിനെ ജീവപര്യന്തം മരണം വരെ ജയിലിലാക്കാനും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. ആ ഭാഗ്യലക്ഷ്മിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. സത്യത്തിൽ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ വിയോജിപ്പുകളെ അറിയിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഒരിക്കലും സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്നുള്ളൊരു ശ്രമമല്ല, ദിലീപിനെ ഒന്ന് തൂക്കിക്കൊല്ലുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ഒരു നിങ്ങൾക്കെതിരെ സംസാരിച്ചത്. പക്ഷേ നിങ്ങളുടെ ഈ അവസ്ഥയിൽ വളരെ സങ്കടമുണ്ട്. എന്തായാലും പ്രേക്ഷകർ അതൊന്ന് കണ്ടു നോക്കൂ. ഇന്ന് എനിക്ക് ഒരു 3 കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് ഒരു മിങ്ങി പിടിച്ച് അങ്ങോട്ട് പോകാൻ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവർക്കൊക്കെ മെസ്സേജ് അയച്ചു. ഒരുങ്ങാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് വരുന്നില്ല എന്ന്. കണ്ടല്ലോ, അതായത് ഭാഗ്യലക്ഷ്മിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ ഈ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നു. വിധി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, 1711 പേജുള്ള വിധിന്യായം എല്ലാ നമ്മുടെ കോടതി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. അത് കീറി വേണമെങ്കിൽ പരിശോധിക്കാം ദിലീപിനെ എങ്ങനെയാണ് വെറുതെ വിട്ടത് എന്നുള്ളത്. പക്ഷേ ഭാഗ്യലക്ഷ്മി ചേച്ചി അത് വായിക്കില്ല. ഇനി എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടൊന്നും അറിയില്ല, നമ്മൾ ആക്ഷേപിക്കുന്നതൊന്നും അല്ല, വ്യക്തിഗത നടത്തുന്നതല്ല, അങ്ങനെയൊന്നും ചേച്ചിക്ക് തോന്നണ്ട. അതുകൊണ്ടായിരിക്കാം അത് കാരണം കോടതി പറഞ്ഞ കാര്യങ്ങൾ, കോടതി എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, ദിലീപിനെ മാത്രമല്ല ആ 4 പ്രതികളെ എന്തിനാണ് വെറുതെ വിട്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയും ഈ മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി അയാൾ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. കാരണം അയാൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാലിനെ ഒക്കെ വെച്ചിട്ട് ഗോവയിലെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ചില വീഡിയോകൾ ചിത്രീകരിച്ചത് അത് പ്ലാനിങ് ആയിരുന്നു, അല്ലാതെ ഓടുന്ന കാറിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള തരത്തിലൊക്കെ ഇപ്പോ ചില നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോടതി കൃത്യമായി വിധിന്യായത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചേച്ചി അംഗീകരിക്കൂല. വേടന്റെ കാര്യത്തിൽ കോടതി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, അതുകൊണ്ട് വേടന് ജാമ്യം കൊടുക്കുന്നു. ആ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളത് ശിരസാ വഹിക്കുന്നുണ്ട് ആ കോടതി വിധി. കാരണം കോടതി പറയുന്നത് ശരിയാണ്. വേടന്റെ കാര്യത്തിൽ മാത്രമല്ല, ചേച്ചിക്ക് താല്പര്യമുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ കോടതി വിധി ശരിയാണ്, കോടതി ശരിയാണ്, നീതിന്യായ വ്യവസ്ഥ ശരിയാണ്, ഒക്കെ ബാക്കിയെല്ലാം ശരിയാണ്. പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ കോടതി ശരിയല്ല, ജഡ്ജി ശരിയല്ല, നീതിന്യായ വ്യവസ്ഥ ശരിയല്ല. മൊത്തത്തിൽ ഈ എല്ലാം ഒരു മാറ്റം ഉണ്ടാക്കണം, എല്ലാത്തിനും ഈ WCC ഒക്കെ ഇറങ്ങണമെന്നാണ് ചേച്ചി പറയുന്നത്. WCC ഒക്കെ അവർ ഒരുപാട് സ്വാധീനമുള്ളവരാണ്, നായികമാരാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവരങ്ങ് ഇറങ്ങണം, കച്ചകെട്ടി ഇറങ്ങി. ഇപ്പൊ അവരൊരു നൂലിന്റെ അറ്റമേ പിടിച്ചിട്ടുള്ളൂ, അത് മൊത്തം പിടിച്ച് വലിച്ചങ്ങ് കേറിപ്പോണം എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് കുറെ പെണ്ണുങ്ങൾ കടന്ന് ദിലീപിനെ ഇപ്പൊ തീർക്കണം. ഈ വഷളൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പറഞ്ഞു, ഈ വഷളന്റെ സിനിമയാണോ അമ്മ നമ്മൾ ബസ്സിൽ കാണുന്നത്? അപ്പൊ അമ്മയ്ക്ക് അങ്ങോട്ട് അരമ്പുകളിൽ ചോര തിളച്ചു കയറി. ഓഹോ, ദിലീപിന്റെ സിനിമ, അതിൽ ദിലീപ് മാത്രമല്ല അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങ് കണ്ണടച്ചിരിക്കണം, അത് കാണണ്ട. ബാക്കി കാണാൻ ആഗ്രഹമുള്ളവർ കാണട്ടെ, നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലേ നിങ്ങൾ അങ്ങ് കണ്ണടച്ചിരുന്നാ പോരെ. ഈ ഷോ ഓഫ് അതിൻ്റെ അകത്തെടുത്ത് കാണിച്ച് ഈ ആളാവേണ്ട വല്ല ആവശ്യമുണ്ടോ? ചേച്ചി ആരെ പറഞ്ഞു കൊടുത്തു ദിലീപിനെ പറ്റി 4 പറഞ്ഞാൽ ഇപ്പൊ വൈറലാകാന്ന്? അതിന് മോൻ പറഞ്ഞു ഈ വഷളത്തനമൊക്കെ പറഞ്ഞു വെച്ച ഈ വഷളത്തനം ചെയ്യുന്ന എന്ത് വഷളത്തനമാണ് ദിലീപ് ചെയ്തതെന്ന് ആ 8ാം ക്ലാസ്സുകാരനായ മകനോട് ചോദിക്കണം. എന്താണ് ആ ദിലീപ് എന്ന് പറയുന്ന ആള് ചെയ്ത വഷളത്തനം? കോടതി പറയുന്നുണ്ട് ഈ ഗൂഢാലോചന, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുമായി ഇയാൾക്കൊരു ബന്ധമില്ല. ഇനി അഥവാ ബന്ധമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ദിലീപിന് ഈ കേസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് കോടതി വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ട ഒരാളിനെ വഷളൻ എന്ന് പരസ്യമായി അപമാനിക്കാൻ ഈ 13 വയസ്സുകാരൻ ആരാണ്? ഇവൻ ആരാണ് അവകാശം കൊടുത്തത്? ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപമാനിക്കാൻ ആരാണ് ഈ
വഷളൻ എന്ന് വിളിച്ച് അപമാനിക്കുക. അയാൾക്കും 2 പെൺമക്കൾ ഉള്ളതാണ്, അയാൾക്കൊരു അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്. അയാളെ വഷളൻ എന്ന് വിളിക്കാൻ ഈ 13 വയസ്സുകാരനായ ഈ കുട്ടിക്ക് ആരാണ് അവകാശം കൊടുത്തത്? അപ്പോ പിന്നെ മൈനർ ആയതുകൊണ്ട് എന്തും വിളിച്ചു പറയാം. അതിന് എന്റെ മുഖൻ ചോദിച്ചത് കൊണ്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങൾക്കും ദിലീപിന്റെ സിനിമ കാണാൻ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഇത് കോടതി വെറുതെ വിട്ട ഒരു കാര്യത്തിൽ ദിലീപിനെ തൂക്കിക്കൊല്ലാത്തതുകൊണ്ട് കുറെ പെണ്ണുങ്ങൾ അങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ മഹാനടനാണ് മോഹൻലാല്. ഒരു ചവർ കേസ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത അതിനുള്ളൂ. അതുകൊണ്ട് ഒരു ചവർ കേസ് കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് മോഹൻലാല് അയാളൊക്കെ മഹാനടനാണ് പോലെ പോവാൻ പറയാളോടൊക്കെ. അയാളൊക്കെ ആരാ പറഞ്ഞ മഹാനടനാണെന്ന്? അത് അയാൾ മഹാനടൻ, അങ്ങനെയാണെങ്കിൽ അയാൾ ദിലീപിനോടൊപ്പം നിന്ന് ഇങ്ങനെ ഫോട്ടോ ഇടുവോ? ഇവളൊക്കെ ആരാ? മോഹൻലാലിനെ പോലെ അയാളെ വ്യക്തിജീവിതം, ദിലീപിന്റെ വ്യക്തിജീവിതം നോക്കണ്ട, മോഹൻലാലിന്റെ വ്യക്തിജീവിതം നോക്കണ്ട. മോഹൻലാലിനൊക്കെ അഭ്രപാളികളിൽ അഭിനയിച്ച് തകർത്തതിന്റെ അല്ലെങ്കിൽ ഒരു ചലനം നടത്തിയതിന്റെ ഒരു അംശം ചെയ്യാൻ എവളമാരെയൊക്കെ കൊണ്ട് പറ്റുമോ? ഇതിന്റെ അസുഖം വേറെയാണ്. ഈ അസുഖത്തിന് മരുന്നില്ല. ഇത് അസൂയ, കുശുമ്പ്, ആവക അസുഖങ്ങളല്ല, ഇതൊക്കെ വേറെ അസുഖങ്ങളാണ്. അതിന് മരുന്നില്ല. അത് നമുക്ക് ഒരു മാധ്യമത്തിൽ ഇരുന്ന് പറയാൻ കഴിയില്ല. ഈ ദിലീപിനെതിരെ വാദിക്കുന്നവരുടെ ഉദ്ദേശം കൃത്യമാണ്, വ്യക്തമാണ്. ഈ അതിജീവിതയുടെ പേര് പറയാം, ഞാനാണ് അതിജീവിത എന്ന് അതിജീവിത പറയുന്നു. അത് അവർ മാധ്യമങ്ങൾക്ക് കൊടുത്തതാണ്. ഓൺലൈൻ മീഡിയാസിന് അവർ കൺസെന്റ് തന്നിട്ടില്ല അത് പറയാനുള്ള. ഇനി പറയാമെന്ന് അവർ ഓൺലൈൻ മീഡിയാസിനും എന്റെ പേര് പറയാം എന്നവർ പറഞ്ഞാലേ നമുക്ക് ആ പേര് പറയാൻ പറ്റും. അതുവരെ നമ്മൾ അതിജീവിത എന്ന് തന്നെ പറയും. ഈ അതിജീവിതയോടാണ് നിങ്ങൾ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ. നിങ്ങളോടൊപ്പം നിങ്ങളുടെ മാനസിക ട്രോമ മനസ്സിലാകും, നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ മനസ്സിലാവും, നിങ്ങൾ സമൂഹത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ പോലും വിശ്വസിക്കാത്ത ഒരു കാര്യം, നിങ്ങൾ തന്നെ ഈ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു ഇയാൾ എത്ര ക്രൂരനല്ല, ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ഇയാൾ ചെയ്യില്ല എന്ന്. അങ്ങനെ പറഞ്ഞ നിങ്ങൾ ദിലീപ് അല്ല എന്ന് വിശ്വസിച്ചിട്ടേ ഇല്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇനി ഭാഗ്യലക്ഷ്മി അത് കയ്യിന്നിട്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ നിങ്ങൾ തന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ കോടതി അത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സത്യസന്ധമായി ഈ കേസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ പുനരന്വേഷിക്കാൻ ഒരു ഹർജി നിങ്ങൾ ഫയൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ദിലീപിനെ കുടുക്കാൻ ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിലീപിനെ കുടുക്കുക, അതായിരുന്നു ഇവരുടെ വിഷയം എന്ന് പറയുന്നത്. ദിലീപിനെ കുടുക്കാനായി ഒരു വലിയ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത്. ദിലീപിന്റെ 1 വർഷവും ഇല്ലാതിരുന്ന ഇതുവരെ കേരളത്തിൽ ഒരാളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ദിലീപ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് ദിലീപിന്റെ ദേപ്പൊട്ടെന്ന് പറയുന്ന സ്ഥാപനം അടിച്ച് പൊളിച്ചു. ഡി സിനിമാസ് എന്ന് പറയുന്നത് തകർത്ത് തരിപ്പണമാക്കി. അയാളെ തേജോവധം ചെയ്യാൻ പറ്റുന്നതിന് എത്രത്തോളം അങ്ങേയറ്റം തേജോവധം ചെയ്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കോടതി വെറുതെ വിട്ടിട്ട് ഭാഗ്യലക്ഷ്മി ഇപ്പൊ പറയുകയാണ് എനിക്ക് ഒരുങ്ങാൻ പറ്റുന്നില്ല, അതും ദിലീപാണ് കാരണം. ഭാഗ്യലക്ഷ്മിക്ക് ഒരുങ്ങാൻ പറ്റുന്നില്ല, അതിനും കാരണം ദിലീപാണ്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറെ പുട്ടിയൊക്കെ വാരി തേച്ച് കുറെ മുടിയൊക്കെ കെട്ടി പട്ട് സാരിയൊക്കെ ഉടുത്ത് എനിക്ക് അങ്ങോട്ട് അതുകൊണ്ടൊന്നും അല്ല. ഇത്രയും അവൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുങ്ങി കെട്ടി പോകുന്നത് മാധ്യമങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. അത് ഭാഗ്യലക്ഷ്മിക്ക് എതിരാകും എന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിയാം. സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ളത്, അതാണ് പ്രശ്നം. അല്ലാതെ ദിലീപിന്റെ നടി അതിജീവിതയ്ക്കും ഇതുവരെ 8 വർഷം ഒരുങ്ങിയിട്ടില്ലേ? ഇപ്പൊ വിധി വന്നപ്പോഴാണോ ഒരുങ്ങാൻ പറ്റാത്തത്? ഇതൊക്കെ കുറച്ച് ഓവറാണ് ചേച്ചി. നിങ്ങൾ ഇനിയെങ്കിലും നിർത്ത്. എന്നിട്ട് സത്യം അന്വേഷിക്കുക, അപ്പീല് പോവും. ഇനി അവിടെ എന്ത് പറയണം നോക്കുന്നത് വരെ വായു അടച്ചൊന്നും മിണ്ടാതിരിക്കും.